ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിലെ മാമംഗലത്തുള്ള നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമിലാണ്. ഈ മാസം ഈ ഷോറൂമിൽ ഒരുപാട് നല്ല നല്ല വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല വാഹനങ്ങൾ വാറന്റി സർവീസോട് കൂടി വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. മാരുതി ഓൾട്ടോ 800 ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് 2017 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 59,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 59,000 കിലോമീറ്റർ. LX വേരിയന്റ്, ബേസ് വേരിയന്റ് ആണല്ലേ? AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. ഓക്കെ, ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലേ? ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 2,55,000. 2,55,000. 5 അല്ലേ? പിന്നെ 1 ഇയർ വാറന്റി ഉണ്ട്. ഒരു വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. ലോ ബജറ്റ് വാഹനമാണ്, എന്നിരുന്നാലും കൂടി വാറന്റി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അടുത്തത് മാരുതി സെലേറിയോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ വണ്ടി. 60,000 കിലോമീറ്റർ. പെട്രോൾ എഞ്ചിൻ അല്ലേ? ഓട്ടോമാറ്റിക്കാ മാനുവലാ? ഓട്ടോമാറ്റിക് ആണ്. ZX എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇതിൽ സിംഗിൾ എയർ ബാഗ് ഉണ്ട്. കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉൾഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ടയറും കാര്യങ്ങള കണ്ടീഷൻ ടയേഴ്സ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് 4,15,000 ചോദിക്കുന്നത്. 4,15,000 രൂപ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇതിന് വാറന്റി ഉണ്ടോ? 1 ഇയർ വാറന്റി ഉണ്ട്. 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ നമുക്ക് പേടിക്കാതെ വാഹനം എടുക്കാം. അടുത്തായിട്ട് മാരുതിയുടെ എക്സ്പ്രസോ. പ്രൈസിൽ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്? ഇത് 2020 മോഡലാണ്. എക്സ്പ്രസോ VXI വേരിയന്റ് അല്ലേ? ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ വണ്ടി. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24,000 കിലോമീറ്റർ. എക്സ്പ്രസ് ഒക്കെ നല്ല മൈലേജ് ഏകദേശം 20+ എന്തായാലും മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടൂലേ? VXI വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതിൽ ഡ്യുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ എല്ലാം അവൈലബിൾ. റിയർ പാർക്കിംഗ് സെൻസർ എല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല മാച്ച് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കാണാൻ ചെയ്തിട്ടുണ്ട്. വേറെ മാച്ചത്തിൽ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? 4 lakh ആണ്. 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇതിന് വാറന്റി ഉണ്ടോ? 1 ഇയർ വാറന്റി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അടുത്തായിട്ട് മാരുതിയുടെ ഡിസയർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് ഡീസൽ വേരിയന്റ് വണ്ടി. 2017 മോഡൽ ഡിസയർ ഡീസൽ എഞ്ചിൻ അല്ലേ? ഈ ഡിസയർ ഒക്കെ ഡീസൽ എഞ്ചിൻ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നത്. കാരണം പ്രൊഡക്ഷൻ നിർത്തിയൊരു വാഹനമാണ് മാരുതി അല്ലേ? ഇത് മോഡൽ എത്രയാണ്? 2017 മോഡൽ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 97,000 കിലോമീറ്റർ. 97,000 കിലോമീറ്റർ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണല്ലേ? ഈ LD എന്ന് പറയുന്നത് ബേസ് വേരിയന്റ് ആണ്. പക്ഷെ ആൾ അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ, അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് ABS എയർബാഗ് വരുന്ന വാഹനമാണ്. ABS ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അലോയ് വീൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,10 നമുക്ക് പ്രൈസ്. 5,10 ചോദിക്കുന്നത്. അതിന് വാറന്റി ഉണ്ടോ? 1 ഇയർ വാറന്റി. 1 വർഷത്തെ വാറന്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഹ്യുണ്ടായി കമ്പനിയുടെ പുതിയ മോഡൽ സാൻഡ്രോ. ഇതിന്റെ ഡീറ്റെയിൽസ് സാൻഡ്രോ ഓട്ടോമാറ്റിക് സ്പോർട്സ് വേരിയന്റ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി. ഓട്ടോമാറ്റിക് അല്ലേ? അതെ, ഓട്ടോമാറ്റിക് ആണ്. എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ? 63,000 കിലോമീറ്റർ ഓടി. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉള്ളതാണ്. പിന്നെ ഈ സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ABS, EBD കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും സ്പോർട്സിലുണ്ട്. മിറർ ഇൻഡിക്കേറ്റർ, പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് എല്ലാം വരുന്നുണ്ടല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,20,000 ആണ് പ്രൈസ്. വാറന്റി കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറന്റി അവൈലബിൾ ആണ്. 1 ഇയർ വാറന്റി അവൈലബിൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2014 മോഡൽ ZDI ആണ്. ടോപ്പ് എൻഡ് മോഡൽ വണ്ടി. ടോപ്പ് എൻഡ് വേരിയന്റ് ആണല്ലേ? ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 43,000 കിലോമീറ്ററോ? ഡീസൽ എഞ്ചിൻ ആയിട്ട് പോലും 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ഓക്കെ. ഇതിൽ ZDI എന്തൊക്കെ ഫീച്ചേഴ്സ് ടോപ്പ് എൻഡ് മോഡൽ എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അലോയിലെല്ലാം ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം അന്നത്തെ ആ കാലത്ത് തന്നെ എല്ലാ ഫീച്ചേഴ്സും കാണാനായിട്ട് ഇറങ്ങിയ വാഹനമല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? റേറ്റ് ആയിട്ടില്ല. വണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. വണ്ടി സ്റ്റോക്കിൽ കയറിയിട്ടുള്ളൂ അല്ലേ? നമ്മൾ പ്രൈസും കാര്യങ്ങളും ആയിട്ടില്ല. ഇനി എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്താണ് പ്രൈസ് ആകാത്തത്. നമ്മൾ വീഡിയോ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും നാളെ മരുന്നൊക്കെ ക്ലിയർ ആവില്ലേ? അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. ബാക്കിലെ കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി. അടുത്തായിട്ട് നമുക്ക് റെനോൾട്ട് കമ്പനിയുടെ കൈഗർ എന്ന് പറയുന്ന വാഹനം പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് കൈഗർ RXL ഓട്ടോമാറ്റിക് ആണ് വണ്ടി. മോഡലോ? 2024 മോഡലാണ്. 2024 മോഡല്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 11,000 കിലോമീറ്റർ വണ്ടി ഓടി. ഒരു 11,000 കിലോമീറ്റർ. പെട്രോൾ വണ്ടി. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത് അല്ലേ? സ്റ്റീറിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതിൽ നോർമലി എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ സിസ്റ്റം മാറ്റി ആൻഡ്രോയിഡ് സിസ്റ്റം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ചെയ്തിട്ടുള്ളതാണ്. അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാരണം വരുന്ന ഒരു വാഹനം തന്നെയാണല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇപ്പോൾ 6,80,000 വരും. 6,80,000 ചോദിക്കുന്ന പ്രൈസ്. വാറന്റി ഉണ്ടോ? 1 ഇയർ വാറന്റി. 1 വർഷം വാറന്റി ഉണ്ട്. അടുത്തായിട്ട് ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ആയിട്ട് നിയോസിലെ. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്? ഇത് ബേസ് വേരിയന്റ് ആണ്. 2022 മോഡൽ എറ എന്ന് പറഞ്ഞ വേരിയന്റ്. എറ വേരിയന്റ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ.
80,000 ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ്. ബേസ് വേരിയന്റ് ആയതുകൊണ്ട് AC പവർ സ്റ്റിയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ABS കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതുണ്ട്. ഫീച്ചേഴ്സ് ആയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് അല്ലേ? ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,70,000. 70,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. വാറന്റി ഉണ്ടോ? 1 year വാറന്റി ഉണ്ട്. 1 year വാറന്റിയും കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് മാരുതിയുടെ ഈക്കോ വാങ്ങി കഴിഞ്ഞാൽ യാത്രാ സൗകര്യത്തിനും നമുക്ക് കച്ചവടത്തിനൊക്കെ പറ്റൂലേ? രണ്ടുണ്ട് കാര്യം. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2022 മോഡലാണ്. ഈക്കോ 5 സീറ്റർ AC ആണ് വരുന്നത്. വേരിയന്റ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, ലോ കിലോമീറ്റർ ഓടിയൊരു വാഹനം അല്ലേ? ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതില് ഡ്യുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് പറയാനുള്ളത്. വേറെ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല, AC ഉണ്ടാവും. AC ഉണ്ടാവും. ഓക്കെ, പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 4,65,000 ആണ് പ്രൈസ്. 4,65,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? വാറന്റി ഉണ്ടോ? 1 year വാറന്റി ഉണ്ട്. പിന്നെ 3 ഫ്രീ സർവീസും ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അടുത്തായിട്ട് വാഹനപ്രേമികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനമായിട്ടുള്ള ടൊയോട്ടയുടെ എത്തിയോസ് ലീവ അല്ലേ? അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2018 മോഡലാണ്. GX എന്ന് പറയുന്ന വേരിയന്റ് വണ്ടി. GX വേരിയന്റ്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. 69,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. 69,000 കിലോമീറ്റർ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ഇതിൽ എന്തൊക്കെയാ ഫീച്ചേഴ്സ് വരിക? ഇതില് ഡ്യുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ചെയ്തേക്കുന്നത് ടച്ച് സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇൻബിൽഡ് സെൻട്രൽ ലോക്ക് വരില്ല, അത് ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് അലോയ് കാര്യങ്ങളൊക്കെ അല്ലേ? അതെ. അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടീഷൻ ടയേഴ്സ് വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിപ്പോ റേറ്റ് 5 lakh. 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഈ വാഹനത്തിന് വാറന്റി ഉണ്ടോ? 1 year വാറന്റി അവൈലബിൾ. 1 year വാറന്റി കൊടുക്കുന്നുണ്ട്. ഇത് മാരുതിയുടെ ഡിസയർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്? ഇത് ഡിസയർ VXi ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഡിസൈർ ഓട്ടോമാറ്റിക് ആണല്ലേ? മോഡൽ എത്ര? 2022 മോഡൽ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടൂലേ? അതെ, ഒരു 17-18 എന്താ റേഞ്ചിൽ കിട്ടൂലേ? ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇതില് ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 22,000 ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും മാരുതിയിൽ വരുന്നുണ്ട്. ഓക്കെ, ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു പുതിയ ടയേഴ്സ് ആണുള്ളത് അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 7,10,000 രൂപ. വാറന്റി ഉണ്ടോ? 1 year വാറന്റി ഉണ്ട്. പിന്നെ 3 ഫ്രീ സർവീസും അവൈലബിൾ ആണ്. 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതിയുടെ സർവീസ് ഡീലറിനും ചെയ്യാം. ഓക്കെ, ഇത് മാരുതിയുടെ ബ്രസ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2020 മോഡൽ ബ്രസ VXi ആണ്. VXi. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 46,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 46,000. പെട്രോൾ എഞ്ചിൻ. VXi എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതിൽ ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടി പുഷ് ബട്ടൺസ് ആയിട്ടുള്ള മോഡലാണ്. പുഷ് ബട്ടൺ VXi ആണെങ്കിലും പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ABS എയർ ബാഗ്, അതുപോലെ തന്നെ പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം 90% ടയേഴ്സ് എല്ലാം ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 8,40,000. 8,40,000 ചോദിക്കുന്ന പ്രൈസ്. വാറന്റി ഉണ്ടോ? 6 മാസം വാറന്റി ഉണ്ട്. പിന്നെ 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വാഹനങ്ങൾ വളരെ വിശദമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ ഫൈസലാണ്. ഫൈസലെ, താങ്ക് യു സോ മച്ച്. കാരണം നമ്മൾ ഇത്രയും വാഹനങ്ങൾ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, നിന്റെ സഹകരണം കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഷോറൂമിലേക്ക് വരിക, ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാ വാഹനങ്ങളും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് വാട്സപ്പ് മുഖേന കൊടുക്കില്ലേ? ഡീറ്റെയിൽസും കൊടുക്കും. ഓക്കെ, താങ്ക് യു.